ഡയറക്ഷൻ ഇ-ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വിരകളും അതുപോലെ ഫംഗസ് എന്നിവ പരത്തുന്ന രോഗങ്ങളെ കുറിച്ചാണ്. വിരകൾ പരത്തുന്ന രോഗങ്ങൾ അതിൽ വരുന്നതാണ് അസ്കാരിയാസിസ്. അസ്കാരിയാസിസ് എന്ന് പറഞ്ഞ അസ്കാരിയാസിസ് ഉണ്ടാക്കുന്നത് അസ്കാരിസ് എന്നറിയപ്പെടുന്ന ഉരുണ്ട വിരയാണ്. റൗണ്ട് വേം അതാണ് ഉരുണ്ട വിര. അസ്കാരിയാസിസ് ഉണ്ടാക്കുന്നത് ഏതാണ്? അസ്കാരിസ് ആണ്. അതുപോലെ മറ്റൊന്നാണ് മന്ത്. മന്തിന് കാരണമായിട്ടുള്ളത് ഫൈലേറിയൽ വിരയാണ്. അത് ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി എന്നാണ് അതിന്റെ പേര്. രണ്ട് സ്പീഷീസുകളാണ് മന്ത് ഉണ്ടാക്കുന്നത്. ഒന്ന് ഉച്ചറേറിയ ബാൻക്രോഫ്റ്റിയും മറ്റേത് ഉച്ചറേറിയ മലായിയും. മന്തെന്ന് പറയുന്നത് ഫൈലേറിയൽ വിരയാണ് ഉണ്ടാക്കുന്നത്. അതിന് കാരണമായിട്ടുള്ള രോഗാണുവിന്റെ പേരാണ് ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി അല്ലെങ്കിൽ ഉച്ചറേറിയ മലായി. ഇത് പരത്തുന്നത് ഏതാണ്? കൊതുകുകൾ വഴിയാണ് പരക്കുന്നത്. അത് ക്യൂലക്സ് മൊസ്കിറ്റോസ് ആണ്. ക്യൂലക്സ് മൊസ്കിറ്റോസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. എലിഫന്റിയാസിസ് എന്നും ഫൈലേറിയാസിസ് എന്നും അതുപോലെ എലിഫന്റിയാസിസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് ബാധിക്കുന്നത് ലിംഫിനെയാണ്. കാലുകളിലുള്ള ലിംഫിനെയാണ് ഇതിനെ ബാധിക്കുന്നത്. കാലുകളിലെ ലസികാ നാളിയിലാണ് എന്ത് കാണപ്പെടുന്നത്? വീക്കം കാണപ്പെടുന്നത്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണം. അതുപോലെ മറ്റൊരു രോഗമാണ് എൻറ്റിറോബിയാസിസ്. എൻറ്റിറോബിയാസിസ് എന്ന് പറയുന്നതും എന്താണ്? വിരകൾ ഉണ്ടാക്കുന്ന രോഗമാണ്. അത് പിൻവേം. അതിന് കാരണമായിട്ടുള്ള വിരയാണ് ഏത്? പിൻവേം. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിരകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ. അസ്കാരിയാസിസ്, ഫൈലേറിയാസിസ് അഥവാ എലിഫന്റിയാസിസ്, എൻറ്റിറോബിയാസിസ്. ഫംഗസ് പരത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് രോഗങ്ങളാണ്. ഒന്ന് വട്ടച്ചൊറി. വട്ടച്ചൊറിക്ക് കാരണമായിട്ടുള്ള ഈ ഫംഗസുകളാണ് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. ഇവയാണ് വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വേം എന്ന് പറയുന്ന ഫംഗൽ ഡിസീസിന് കാരണമായിട്ടുള്ള ഫംഗസുകൾ. അതുപോലെ മറ്റൊരു രോഗമാണ് അത്ലറ്റ്സ് ഫുട്ട്. ഇത്തരം വീഡിയോസ് കൂടുതൽ ലഭിക്കാനായി ഡയറക്ഷൻ ഇ-ലേണിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്